ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഹിന്ദു രാജഭരണം മടക്കിക്കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നേപ്പാളിൽ കലാപം. മൊണാസ്ട്രികളെ അനുകൂലിച്ച് നടക്കുന്ന പ്രക്ഷോഭം വ്യാപക അക്രമവും പോലീസുമായുള്ള ഏറ്റുമുട്ടലും നടന്നതിനെ തുടർന്ന് കാഠ്മണ്ഡുവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഒരു മാധ്യമ പ്രവർത്തകനും ഒരു പ്രക്ഷോഭകനും കലാപത്തിൽ കൊല്ലപ്പെട്ടു. മ്യാൻമറിലും തായ്ലൻഡിലും അതിശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരണം 200-നടുത്തെത്തി. 750-ലധികം പേർക്കാണ് പരിക്കേറ്റത്. കാണാതായവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ബാങ്കോക്കിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ചൈനയിലും പ്രകമ്പനമുണ്ടായി. ഇന്ത്യയിൽ കൊൽക്കത്ത, ഇംഫാൽ, മേഘാലയ എന്നിവിടങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം. എക്സാലോജിക്കും CMR-ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ. ഹൈക്കോടതി ഉത്തരവ് UDF-ന് തിരിച്ചടിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണം നിലനിൽക്കുന്നതാണ്. നിലവിൽ SFIO അന്വേഷണം നടക്കുന്നത് അതിനുള്ള തെളിവാണെന്നും VD സതീശൻ. മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്നു തരിപ്പണമായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുഴൽനാടന്റെ ഉണ്ടയില്ലാ വെടി ഹൈക്കോടതി തന്നെ തള്ളിയെന്നും MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയോടും മകളോടും ജനങ്ങളോടും മാത്യു കുഴൽനാടൻ മാപ്പ് പറയണമെന്ന് EP ജയരാജൻ. കോപ്പിയടിച്ച് പരീക്ഷ ജയിക്കുന്നത് പോലെയല്ല കോടതിയിൽ ജയിക്കുന്നത്. കുഴൽനാടനെ കോടതി ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണം. കുഴൽനാടന്റെ ആരോപണത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവാണെന്നും ജയരാജൻ. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനുള്ളിൽ രോഗിയായ നിക്ഷേപകയുടെ സത്യാഗ്രഹ സമരം. കീരിത്തോട് കളറിക്കൽ സരസ്വതി തങ്കപ്പനാണ് രാത്രി ഏറെ വൈകിയും സമരം അനുഷ്ഠിക്കുന്നത്. സമരം ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിനാൽ, പണം നൽകാത്തതിനാൽ ബാങ്ക് അടയ്ക്കാൻ അനുവദിക്കാതെ അകത്തിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. 5,12,000 രൂപയാണ് ലഭിക്കാനുള്ളത്. മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു. BJP ജില്ലാ ഭാരവാഹികളുടെ പുനഃസംഘടന ഏപ്രിൽ 15-ന് പൂർത്തിയാക്കാൻ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. സാധാരണക്കാരെ നേരിട്ട് ഗുണഭോക്താക്കളാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പ് പാർട്ടി ഏറ്റെടുക്കും. BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിലും നഗരസഭകളിലും ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും കോർ കമ്മിറ്റി യോഗത്തിൽ ധാരണ. ആശാ വർക്കർമാരോടുള്ള സർക്കാരിന്റെ പ്രതികാരം തരം താഴ്ന്നതും ക്രൂരവുമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത ആലപ്പുഴയിലെ ആശമാരുടെ 1 മാസത്തെ ഓണറേറിയം തടഞ്ഞ സർക്കാർ നടപടി അധികാരത്തിന്റെ ധാർഷ്ട്യമാണ്. തൊഴിലാളി വർഗ പാർട്ടിയെന്ന് ഊറ്റം കൊണ്ടവർ തൊഴിലാളികളെ ഒറ്റുകൊടുക്കുന്ന നെറുകേടിന്റെ രാഷ്ട്രീയം പിന്തുടരുകയാണെന്നും KC വേണുഗോപാൽ. ആശമാർക്ക് അധിക വേതനമെന്ന BJP UDF പഞ്ചായത്തുകളുടെ പ്രചാരണം തട്ടിപ്പാണെന്ന് മന്ത്രി MB രാജേഷ്. ഒരിക്കലും പ്രായോഗികമാകാത്ത കാര്യമാണ് എന്ന് അവർക്കറിയാം. ആശാ വർക്കർമാരെ കബളിപ്പിക്കുകയാണ് അവരെന്നും MB രാജേഷ്. കൊടകര കുഴൽപ്പണക്കേസിലെ ED കുറ്റപത്രത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി ED ഓഫീസിലേക്ക് CPM മാർച്ച്. സംഘപരിവാറിന്റെ 35-ാം സംഘടനയാണ് ED എന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് A വിജയരാഘവൻ പറഞ്ഞു. ശരിയായ അന്വേഷണം നടക്കുന്നില്ല, ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെന്നും വിജയരാഘവൻ കുറ്റപ്പെടുത്തി. CPM നേതാവ് PK ശ്രീമതിയോടുള്ള ഖേദപ്രകടനം തന്റെ ഔദാര്യമാണെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. കണ്ണൂരിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ ശ്രീമതി കരഞ്ഞപ്പോഴാണ് ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായത്. ഒരു സ്ത്രീയുടെ കണ്ണീരിന് തന്റെ രാഷ്ട്രീയത്തെക്കാൾ വില ഉള്ളതുകൊണ്ടായിരുന്നു ഈ ഖേദപ്രകടനം. ആരും പറയിച്ചതോ ആവശ്യപ്പെട്ടതോ അല്ല. ഇതൊന്നും അറിയാത്തവർ വെറുതെ പൊലിപ്പിച്ച് വിവരക്കേട് പറയുകയാണെന്നും B ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പത്തനംതിട്ടയിൽ CPM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ജില്ലാ കളക്ടർക്ക് നൽകിയ അവധി അപേക്ഷയിലാണ് സ്ഥലം മാറ്റ ആവശ്യം. നികുതി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിനായിരുന്നു CPM ഏരിയ സെക്രട്ടറി സഞ്ജു വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയത്. നാരങ്ങാനം വില്ലേജ് ഓഫീസർ വകുപ്പുതല നടപടി നേരിട്ട ആൾ എന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ. അഴിമതിക്കാരനാണോ എന്നറിയാൻ അന്വേഷണം പൂർത്തിയാക്കണം. അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസർ ആയിരിക്കെയാണ് സസ്പെൻഷൻ നേരിട്ടത്. വില്ലേജ് ഓഫീസർ ഇപ്പോൾ സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ.
വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി CPM. വില്ലേജ് ഓഫീസർ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുവെന്ന് രാജു എബ്രഹാം. ഫോൺ സംഭാഷണം പരിശോധിച്ചാൽ അക്കാര്യം മനസ്സിലാകുമെന്നും രാജു എബ്രഹാം. എമ്പുരാൻ സിനിമയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കത്തുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം പോരടിച്ച് ഇടത് സംഘപരിവാർ അണികൾ. ഹേറ്റ് ക്യാമ്പയിന് പിന്നിൽ BJPയിലെ K. സുരേന്ദ്രന്റെ അനുകൂലികളാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. വസ്തുതകൾക്കും ചരിത്രത്തിനും വിരുദ്ധമാണ് എമ്പുരാൻ സിനിമയെന്ന് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് RV ബാബു. രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുമ്പോഴും ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച എമ്പുരാൻ. മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷനിലേക്ക് കുതിക്കുകയാണ് ചിത്രം. അഡ്വാൻസ് ബുക്കിംഗിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്താണ്. മണിക്കൂറിൽ 11,000 ടിക്കറ്റ് വെച്ചാണ് ഇപ്പോഴും ബുക്കിംഗ്. തമിഴ് വെബ്സൈറ്റുകൾക്ക് പുറമെ ടെലഗ്രാമിലും എമ്പുരാന്റെ വ്യാജ പതിപ്പുകൾ. റിലീസായി മണിക്കൂറുകൾക്കുള്ളിലാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പെത്തിയത്. നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. ഇടുക്കി തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സംഘർഷം. 3ാം വർഷ വിദ്യാർത്ഥികളുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തെ തുടർന്ന് 7 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത 10 വിദ്യാർത്ഥികളെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കസ്റ്റഡിയിലെടുത്തു. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസെടുത്ത് 47ാം ദിനമാണ് ഗാന്ധിനഗർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. സീനിയർ വിദ്യാർത്ഥികളായ 5 പേരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം. മൊബൈൽ ഫോൺ പ്രധാന തെളിവായി കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കരുനാഗപ്പള്ളിയിൽ കൊട്ടേഷൻ കൊലപാതകത്തിൽ 2 പേർ പിടിയിലായി. കൃത്യത്തിൽ പങ്കെടുത്ത രാജപ്പൻ, പ്രതികളെ സഹായിച്ച അതുൽ എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതി അലുവ അതുൽ അടക്കം 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇടുക്കി അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ ശരീരഭാഗം ലഭിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കുട്ടിയെ പ്രസവിച്ച ഉടൻ കൊലപ്പെടുത്തി മാതാവ് കുഴിച്ചിട്ടു. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ജാർഖണ്ഡ് സ്വദേശിനിയായ മാതാവ് പൂനം സോറൻ പോലീസിന് മൊഴി നൽകിയത്. തിരുവനന്തപുരത്ത് ലഹരി സംഘത്തെ പിടികൂടാനുള്ള പരിശോധനയ്ക്കിടെ പൂജപ്പുര SIക്ക് കുത്തേറ്റു. പൂജപ്പുര സ്റ്റേഷൻ SI സുധീഷിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ശ്രീജിത്ത് ഉണ്ണിയാണ് ആക്രമിച്ചത്. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്നാണ് FIR. എറണാകുളം അയ്യമ്പുഴയിൽ മദ്യലഹരിയിൽ പോലീസിനെ കയ്യേറ്റം ചെയ്ത യുവതി മുഖത്ത് ഇടിച്ചുവെന്നും തള്ളിയിട്ടുവെന്നുമാണ് പോലീസിന്റെ പരാതി. നേപ്പാൾ സ്വദേശിനി ഗീതയെയും സുഹൃത്തിനെയും റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കരയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച KSRTC ബസ് ഡ്രൈവർ പോലീസിന്റെ പിടിയിൽ. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് മൂകാംബിയിലേക്ക് യാത്ര തിരിച്ച ഡ്രൈവർ അഭിലാഷിനെയാണ് പോലീസ് പിടികൂടിയത്. അലക്ഷ്യമായി വാഹനം ഓടിച്ചതോടെ യാത്രക്കാർ ബസ് നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. മലപ്പുറം തിരൂരിൽ വൻ ലഹരിവേട്ട. ഒമാനിൽ നിന്ന് എത്തിച്ച 140 ഗ്രാം MDMA ലഹരി മരുന്നുമായി 3 പേർ പിടിയിലായി. ആനമങ്ങാട് മണലായ സ്വദേശി പുലാനിക്കൽ ഹൈദരാലി, വേങ്ങര കണ്ണമംഗലം സ്വദേശി പാറക്കൽ മുഹമ്മദ് കബീർ, തിരൂരങ്ങാടി കുട്ടൂർ നോർത്ത് സ്വദേശി കുന്നത്ത് സൈനാർ എന്നിവരെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തിരൂർ പോലീസും ഡാൻസ സംഘവും നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത്. ഒമാനിൽ നിന്നും മുംബൈ വിമാനത്താവളം വഴിയെത്തി ട്രെയിൻ മാർഗം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് പിടിയിലായത്. പാലായിൽ ലഹരിമരുന്ന് പിടികൂടി. ഉള്ളനാട് സ്വദേശി ജിതിനാണ് പിടിയിലായത്. കൊറിയർ സ്ഥാപനം വഴി ഓർഡർ ചെയ്താണ് ലഹരിമരുന്ന് എത്തിച്ചത്. പാലക്കാട് നരിപ്പറമ്പിൽ അനധികൃത വാഷ് ശേഖരം പിടിച്ചു. നരിപ്പറമ്പ് സ്വദേശി പ്രശാന്തിനെതിരെ എക്സൈസ് കേസെടുത്തു. 20 ലിറ്റർ വാഷാണ് കണ്ടെത്തിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിച്ചവരെ HIV സ്ഥിരീകരിച്ച സംഭവത്തിൽ തുടർ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. രോഗം സ്ഥിരീകരിച്ചവരിൽ നിന്ന് വിവരം ലഭിക്കുന്നില്ലെന്ന് ആരോഗ്യവകുപ്പ്. ഇവരിൽ പലരും അധികൃതരുമായി സംസാരിക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കുന്നത്. തൊടുപുഴയിലെ വ്യാപാരി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. മൃതദേഹം മാൻഹോളിൽ തള്ളുന്നതിന് മുൻപ് 1-ാം പ്രതി ജോമോന്റെ വീട്ടിലെത്തിച്ചതായി പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ 4 പ്രതികളെയും ജോമോന്റെ വെട്ടിമറ്റത്തുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ജോമോന്റെ വീട്ടുകാരുൾപ്പെടെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നു. കോട്ടയം മുത്തോലി പഞ്ചായത്തിലെ UD ക്ലർക്ക് ബിസ്മിയെ കാണാനില്ലെന്ന് പരാതി. പഞ്ചായത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങിയെങ്കിലും എത്തിയിരുന്നില്ല. വൈകിട്ട് ഭർത്താവ് പഞ്ചായത്തിലെത്തിയപ്പോഴാണ് കാണാനില്ല എന്ന വിവരം അറിയുന്നത്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് സൂചന. പള്ളിക്കത്തോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ അനുമതി തേടി സർക്കാർ. കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ നൽകിയ അപ്പീലാണ്
ഇടക്കാല ആവശ്യം പ്രവർത്തനാനുമതി നൽകുന്നതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യാഴാഴ്ച വാദം കേൾക്കും. വിഴിഞ്ഞം തുറമുഖത്തെ തുരങ്കപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രാദേശിക പ്രതിഷേധങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടപെടലുമായി സർക്കാർ. തീരദേശവാസികളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ തുരങ്കപാത നിർമ്മാണം പൂർത്തിയാക്കിയുള്ളൂ എന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ന്യൂസ് 18നോട്. ഇതിലും വലിയ പ്രതിഷേധങ്ങളെ അതിജീവിച്ചാണ് തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നും മന്ത്രി. മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യത്തൊഴിലാളികളുടെ ഉപരോധം. അഴിമുഖ ചാനലിലെ മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നീണ്ടുപോയതോടെയാണ് പ്രതിഷേധം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ മാത്യുവിനെ മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചു. നാളെയോടെ പൂർണ്ണതോതിൽ മണൽ നീക്കി തുടങ്ങുമെന്ന ഉറപ്പിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ദേശീയ വാർത്തകളിലേക്ക്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കംറയ്ക്ക് ഇടക്കാല മുൻകൂർ ജാമ്യം. ഹാസ്യ പരിപാടിക്കിടെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വഞ്ചകനെന്ന് വിളിച്ച് പരിഹസിച്ച കേസിലാണ് മദ്രാസ് ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം നൽകിയത്. അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശമെന്ന് അടിവരയിട്ട് സുപ്രീം കോടതി. കവിതയുടെ പേരിൽ കോൺഗ്രസ് MP ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരെ എടുത്ത കേസ് സുപ്രീം കോടതി റദ്ദാക്കി. അപ്രിയമായ അഭിപ്രായം പറയുന്നവരുടെ അവകാശങ്ങളും സംരക്ഷിക്കണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. അനധികൃത കുടിയേറ്റം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭ അംഗീകരിച്ചു. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്ക് കർശന ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ദിൽ നേതൃത്വം.